അങ്ങനെ അതാ മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ഗുരുവായ രാഷ്ട്രീയ ഗുരുവായ VM സുധീരേട്ടൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. വടാശ്ശേരി സതീശേട്ടൻ ശരിക്കും ബ്രീസർ കമ്പനിയിൽ നിന്ന് ബക്കാഡിയുടെ ബ്രീസർ എന്ന് പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ഈ ടാക്സ് കുറച്ചുകൊണ്ടുള്ള കളി അത് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ. ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വൻ നന്മമരം എന്താണ്, തൂഫാൻ ആനടിക്കുന്നു, ആരും ലഹരി ഉപയോഗിക്കരുത്, ഒരൊറ്റത്തനെയും വിടരുതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിക്കുന്നു, എല്ലാം ഭയങ്കരമായ പിടുത്തം. ഗുഡ്, വെരി ഗുഡ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ മറുഭാഗത്ത് വന്നുകൊണ്ട് വൻ കുത്തക മദ്യരാജാവായ ബക്കാഡിയുടെ മധുരം ചേർത്ത, അങ്ങനെ തന്നെ പറയണം, വീര്യം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ബക്കാഡി കൊടുത്ത റിപ്പോർട്ട് എന്താ പറയുക, ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ട്, പെൺകുട്ടികൾക്ക് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ കിട്ടാനില്ല, അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഗോവയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമാണ് ടൂർ പോയിട്ടാണ് അവർ എൻജോയ് ചെയ്യുന്നത്, കേരളത്തിൽ അവർക്ക് മദ്യം കിട്ടുന്നില്ല. എന്ത് തോന്നിവാസം റിപ്പോർട്ട് ചെയ്ത് ബക്കാഡി കൊടുക്കും, കാരണം ബക്കാഡിക്ക് അവരെ കമ്പനിക്ക് മദ്യം വിറ്റുപോയാൽ മതി, അവർക്കൊരു എത്തിക്സും കാര്യങ്ങളൊന്നുമില്ല. പെൺകുട്ടികൾക്ക് അങ്ങനെ നിർബന്ധം കുടിക്കണമെങ്കിൽ അവർ സാധാരണ ഇപ്പം കിട്ടുന്ന കള്ളനെ കുടിച്ചാൽ പോരെ. അവർക്ക് വേണ്ടി വേറെ തന്നെ ബക്കാഡിയുടെ ബ്രീസർ എന്ന് പറഞ്ഞ സാധനം ഇറക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഇവർക്ക് ടാക്സ് അങ്ങ് കുറച്ചു കൊടുത്തിരിക്കാം. ഇത് രണ്ടും വിരോധാഭാസങ്ങളല്ലേ. ഒരു ഭാഗത്തുനിന്ന് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി പിടിക്കുക, എല്ലാം പിടിക്കുന്നുണ്ട്, മദ്യവും പിടിക്കുന്നുണ്ട്, ഡ്രഗ്സും പിടിക്കുന്നുണ്ട്, എല്ലാം പിടിക്കുന്നുണ്ട്, ഓക്കെ ഗുഡ്. ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വൻകിട കുത്തകകൾക്ക് ടാക്സേ ഇല്ലാണ്ട് ബ്രീസർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുക. ഇതിന്ന് ഇയാൾക്കെതിരെ, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ ആരാ സംസാരിച്ചിരിക്കുന്നതെന്നുള്ള ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അല്ല, ഒരു കാര്യം ശരിയാണ്, LDF അത് കൊണ്ടുവന്ന കാലത്ത് ശക്തമായി അതിനെ വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അന്ന് വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇടതുപക്ഷം ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ചെയ്യും എന്ന് കരുതുന്ന സാഹചര്യം അവരൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് UDFൻ്റെ പ്രഖ്യാപിത നയമാണിത്. ആ നയത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും മതിയാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ട്. ഇനിയിപ്പോൾ ജൂലൈ 1-ാം തീയതി സഭ കൂടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കേണ്ടി വരും. ആ സമയത്ത് ഗവൺമെൻറ്റിന് തന്നെ മുൻകൂട്ടി സോമോട്ടോ അസംബ്ലി അറിയിപ്പിക്കാം. അതായത് നിങ്ങൾ എടുത്ത തീരുമാനം മാറ്റേണ്ട ഐഡിയ വരെ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ട്. അർത്ഥം മനസ്സിലായില്ലേ? വ്യക്തമാണ്. ഇനി ഇവിടം കൊണ്ട് തീർന്നോ? ഇല്ല. ഇദ്ദേഹം മാത്രമാണോ പറയുന്നത്? സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഇതിനെതിരെ ആക്ഷേപം വരുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇത്ര വാശി ബക്കാഡി ബ്രീസർ മാർക്കറ്റിൽ ഇറക്കണമെന്ന്? എന്താ ഷെയർ എന്തെങ്കിലും പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് തരുന്നുണ്ടോ ഇവരുടെ കമ്പനിയിൽ നിന്ന്? എന്താണ് കാര്യം, എന്താണെന്ന് വ്യക്തമാക്കണ്ടേ? ഇനി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹം പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കേട്ടോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വശത്ത് തൂഫാൻ എന്ന് പറഞ്ഞു, മറുവശത്ത് ഇതിന്റെ വില കമ്മിയാക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. എല്ലാ വീട്ടിലും അമ്മമാരും ഉണ്ട്, കുട്ടികളും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അവര് കാണുന്നുണ്ടല്ലോ, മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മെസ്സേജ്. എല്ലാ കുട്ടികളും ഇന്ന് ബക്കാഡി ബ്രീസർ കുടിക്കണമെന്നാണോ ഒരു മെസ്സേജ്? ലഹരി വിട്ടിട്ട് പറയട്ടെ, അത് മുഖ്യമന്ത്രിക്ക് ക്ലാരിഫൈ ചെയ്യട്ടെ. ഇത് നോക്കൂ, ഇതിനെ കുറിച്ച് കോൺഗ്രസ് എവിടെ പോകുന്നു? ഇത് ഞാൻ കുറച്ച് രാഷ്ട്രീയം പഠിച്ചൊരു വ്യക്തിയാണ്. ഇത് കർണാടകയിൽ എത്ര കൊല്ലമായി കോൺഗ്രസ് നടത്തുന്ന കാര്യമാണ്. ഈ ആൽക്കഹോൾ ലോബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, കോൺഗ്രസും ആൽക്കഹോൾ ലോബി, നിങ്ങൾ ചരിത്രം വായിച്ചോളൂ. ജാർഖണ്ഡിന്റെ പണ്ട് നരസിംഹറാവിന്റെ സമയത്ത് ഈ MPസിനെ ഡിഫെക്ട് ചെയ്യാൻ ഫണ്ട് ചെയ്ത് ആരായിരുന്നു? ആൽക്കഹോൾ ലോബി ആയിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസും ആൽക്കഹോൾ ലോബിയും തമ്മിൽ ഒരു വലിയ നീണ്ട ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇന്നും ഉണ്ട് എന്നാണ് തെളിവാക്കുന്നത്. അല്ല, നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് ഈ പ്രചരണം കേട്ടതാണ്. കോൺഗ്രസ് ആണ് അത് പ്രചരിപ്പിച്ചത്. ഞാൻ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ, മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, FCR ഒരു കമ്മ്യൂണിറ്റിയുടെ എതിരെയോ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല. FCR എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ്. മണി ലോണ്ടറിങ്ങിന്റെ എതിരെ അവർ അമെൻമെന്റ് സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നു.
അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു നുണ പ്രചരണം ചെയ്യുന്നത് ആർക്കും അനുവാദമില്ല. അത് ചിലവർ ചെയ്യുന്നു. സംശയം ഉണ്ടെങ്കിൽ CBCI ആണോ ആരാണെങ്കിലും അവര് ഗവൺമെന്റിന്റെ ഒപ്പം ചർച്ച ചെയ്യുക, അവരുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ആ ക്ലാരിഫിക്കേഷൻ ആഭ്യന്തര മന്ത്രാലയം തരും എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഇദ്ദേഹം നമുക്കറിയാം, ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനേക്കാൾ ഉപരി ഇദ്ദേഹം വളരെ വലിയൊരു കോർപ്പറേറ്റും കൂടിയാണ്, രാജ ചന്ദ്രശേഖർജി. അപ്പോൾ ഇദ്ദേഹം ഒന്നിനെ പറ്റിയും ഇങ്ങനെ വളരെ കൃത്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ബക്കാഡി കമ്പനി എന്താണെന്നും ആ കോർപ്പറേറ്റ് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് അവരുടെ ഫണ്ടിങ് നമ്മുടെ നാട്ടിൽ ഉപകാരപ്പെടുന്നതെന്നും വളരെ വ്യക്തമായ ഒരു ധാരണയുള്ള ആളാണ് രാജ ചന്ദ്രശേഖർ. ഓക്കെ, അപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഇയാളിപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആരൊക്കെ എങ്ങനെയൊക്കെ എത്ര ഫണ്ട് ഏത് രീതിയിൽ വന്നിട്ടുണ്ട്, ഇലക്ഷൻ ബോണ്ടായിട്ട് വന്നിട്ടുണ്ടോ, ഇലക്ഷൻ്റെ മുമ്പ് വന്നിട്ടുണ്ടോ, ഇലക്ഷൻ്റെ ശേഷം വന്നിട്ടുണ്ടോ, ആരൊക്കെയാണ് ഇവരെ കാണാൻ പോയത്, എങ്ങനെയാണ് ഫണ്ടിങ് സോഴ്സിങ്, എല്ലാം അടപടലം റിപ്പോർട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തലമൂത്ത VM സുധീരൻ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് വേണേൽ പറയാം, അത്രയും കറകളഞ്ഞ നേതാവായിട്ടുള്ള സുധീരൻ സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ സഭയിൽ അവതരിപ്പിച്ച് ഈ ടാക്സിൽ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ബക്കാഡി ബ്രീസർ വരുത്തിക്കാമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പിൻവലിച്ചോളണം. അതിനുള്ള അതിനുള്ള റൂട്ട് വരെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഭയിൽ ആദ്യമേ ഇതിൻ്റെ മോട്ടോ അവതരിപ്പിച്ചുകൊണ്ട് ഈ സാധനം റിട്ടേൺ ആക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് രേഖകളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് സുതാര്യമായി മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ നമ്മുടെ MLAയും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ഇതിൽ ഫണ്ടിങ് ഒരു ഭാഗത്ത് തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസന നാടകം നടത്തുക, തൂഫാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡ്രഗ്സിനെതിരെ നീങ്ങുക എന്ന് പറയും. ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് നാട്ടിലെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളും പെൺകുട്ടികളെല്ലാം ഇനി മുതൽ വീര്യം കുറഞ്ഞ ബ്രീസർ കുടിച്ചോട്ടെ, ആരും ഈ ബ്രീസർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ ലഹരി വേട്ട കൊണ്ടുവന്നത് എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മൂമെൻറ്റ്സ് കണ്ടാൽ നമുക്ക് തോന്നും. കാരണം അങ്ങനെയാണ്. ഇപ്പം ഇത്ര നാളും ഇല്ലാതെ പെട്ടെന്ന് വന്നിട്ട് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിക്കുന്നു ഇവിടുന്ന് പിടിക്കുന്നു, അവിടെയും ഇവിടെയും ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൂഫാൻ വന്നതിന് ശേഷം 5000-ന് മേലെ അറസ്റ്റുകൾ നടന്നു. 100-800 കിലോളം കഞ്ചാവ് പിടിച്ചു. ഡ്രഗ്സ് ആണെങ്കിൽ അതും 10-30-100 കിലോ അതും പിടിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ വേട്ടയാടലൊക്കെ കൊണ്ടുചെന്ന് ഫുൾ സ്റ്റോപ്പിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്? ബക്കാഡിയുടെ ബ്രീസർ വന്നിട്ടുണ്ട്, വീര്യം കുറഞ്ഞ മദ്യം, ഇനി എല്ലാവർക്കും അത് കൊടുത്താൽ മതി, ആരും ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കേണ്ട, മക്കളെല്ലാവരും. ഇതിൻ്റെ പരസ്യമാണോ ഇത്? ബക്കാഡി ബ്രീസറിൻ്റെ സർക്കാർ സ്പോൺസേർഡ് പരസ്യമാണോ തൂഫാൻ? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കുന്നു. വെരി ഗുഡ്, വെരി എപ്രിഷിയേറ്റബിൾ ജോബ്, ഒരു തെറ്റുമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ കള്ള് ലോബിയെ, മദ്യ കുത്തകകളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് ബിസിനസ് കൂട്ടിക്കൊടുക്കുന്ന രീതിയിൽ, അവരുടെ ടാക്സുകൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഈ തീരുമാനം ബക്കാഡിയെയും അതുപോലെയുള്ള മദ്യ കമ്പനികളുടെ സ്വാധീനത്തിൽപ്പെട്ട ഏത് രാഷ്ട്രീയക്കാർ എപ്പം ഓച്ചാരം വാങ്ങിയിട്ടെടുത്ത തീരുമാനമാണിത്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് നയപരമായ തീരുമാനമാണ്, UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. അതാണ് ഇന്ന് VM സുധീരൻ പറഞ്ഞത്. ഇതേ ഇഷ്യൂവിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ അവസാന താണിയും കൂടി അടിച്ചത്. ഇങ്ങനെയായിരുന്നു, ഇതേ ഇഷ്യൂ ആണ് അന്നും വന്നത്. മദ്യ സേവനം അല്ലെങ്കിൽ ബാറിന് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ബാർ മുതലാളിമാരിൽ നിന്ന്, ഓർമ്മയുണ്ടോയെന്നറിയില്ല, മാണി സാറേയും ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടി വരും. 1 കോടി രൂപ എണ്ണി വാങ്ങി എത്രയോ ബാറുകൾക്ക് അനുമതി കൊടുത്തു, 1-2 ബാറിന് അനുമതി കൊടുത്തു. പിന്നീട് വിഷയം വന്നപ്പോൾ ആ ബാറിൻ്റെ അനുമതി നഷ്ടപ്പെട്ടു, പൈസ കൊടുത്ത ആൾ കാര്യം പുറത്ത് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പേരും എല്ലാം പോകുന്നത്. ഒരുപാട് ബാർ ഓണർമാർ പബ്ലിക്കായിട്ട് വന്ന് പറയാൻ തുടങ്ങി, എൻ്റെ അടുത്ത് 1 കോടി വാങ്ങി, എൻ്റെ അടുത്ത് 2 കോടി വാങ്ങി, എൻ്റെ അടുത്ത് 3 കോടി വാങ്ങി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടുത്തെ സർക്കാർ ഇപ്പോൾ ബാർ ഓണർമാരിൽ നിന്ന് വാങ്ങാതെ ഡയറക്റ്റ് മാനുഫാക്ചർ ഓഫ് ദ ലിക്വർ അവിടത്തേക്ക് ഓടിപ്പോയിക്കൊണ്ട്
നിങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ സർക്കാരിന് എന്ത് കിട്ടും? സർക്കാരാണ് ഏറ്റവും വലിയ സെല്ലർ. ബീവറേജ് ഔട്ടുകളിൽ നിന്നുകൊണ്ട് സർക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മദ്യ കമ്പനികളുടെ സാധനം വിൽക്കുന്നത്. അതിനുള്ള ഇൻസെൻറ്റീവും ബോണസും കമ്മീഷനൊക്കെ വേറെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ പുതിയ വീര്യം കുറഞ്ഞ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബഡ്ജറ്റിൽ ഇതിന് ടാക്സ് ഫ്രണ്ട്ലി ആക്കി ടാക്സ് ഡിസ്കൗണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടുമെന്നുള്ള ഡീല് വെച്ചുകൊണ്ട് പുതിയ മന്ത്രിസഭ വന്ന് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് 1-2 ആഴ്ച കൊണ്ടാവും ഇതിൻ്റെ പേപ്പർ വർക്ക് ടപ്പടപ്പയെന്നൊരു സ്പീഡിൽ കഴിഞ്ഞുകൊണ്ട് ബക്കാടി ബ്രീസർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടന്നത്. ഏത് ഉപദേശവും ഊനാനാട്ടിലും ഒരേ സമയത്താണ് നടത്തുന്നത് ഇവരുടെ. കാരണം മറുഭാഗത്ത് എന്ന് പറയുന്നത് ഈ സർക്കാർ മൊത്തമായി എല്ലാവിധ ലഹരിക്കും എല്ലാവിധ നോൺസെൻസ് കാര്യങ്ങൾക്കും എതിരാണെന്ന്. അതേസമയം തന്നെ ബഡ്ജറ്റിൽ ഫിനാൻസ് ബഡ്ജറ്റിൽ കമ്പനിയുടെ പേരും ഐറ്റത്തിൻ്റെ പേരും വീര്യം കുറഞ്ഞ മദ്യമാണ്, അതുകൊണ്ട് ഇനി ടാക്സ് കൊടുക്കണം. ബക്കാടി കമ്പനി കൊടുത്ത റിപ്പോർട്ട് അടക്കം പറഞ്ഞാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് കഴിക്കാൻ ഇവിടെ മദ്യമില്ല, വീര്യം കുറഞ്ഞ സാധനം കിട്ടാനില്ല, അതുകൊണ്ട് കുറച്ച് വീര്യം കുറഞ്ഞ സാധനം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണെന്ന്. ഗവൺമെൻറ് അത് അക്സെപ്റ്റും ചെയ്യുന്നു. എന്നിട്ട് പയ്യും കുറ്റവും ഒക്കെ ആയിരിക്കും മുൻപത്തെ സർക്കാരിന്. ഇപ്പോഴത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അത് പണ്ട സർക്കാരിന് അതേ കാര്യം തുടരുകയാണ്. ഇതേ നയം തന്നെയല്ലേ മറ്റു പല കാര്യങ്ങളിലും ഉള്ളത്. പക്ഷേ നമ്മൾ സ്റ്റിക്കിംഗ് ഓൺ ദ ടോപ്പിക്, ഈ ടോപ്പിക്കിനെ പറ്റി മാത്രം സംസാരിക്കുവാണെങ്കിൽ ഈ മദ്യനയം ഉടനെ തന്നെ തിരുത്തിക്കൊണ്ട് ഒപ്പോസിഷൻ ലീഡറായിരുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് അതേ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി നടപ്പിലാക്കാനുള്ള ആർജവും നിലപാടും കാണിക്കണമെന്നാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. കാരണം ഓപ്പോസിഷൻ അതിനാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്ന കേട്ടില്ലേ, ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞാൻ പലതും വായി തോന്നി വിളിച്ചു പറയും, ഇപ്പം ഞാൻ മന്ത്രി, ഇപ്പം എനിക്ക് പറ്റില്ല. അത് തന്നെയല്ലേ ഇന്നലെ KM ഷാജിയും പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് പണ്ട് ഭയങ്കര വീര്യമായിരുന്നു, ഇപ്പം ഞാൻ കുറച്ച് വീര്യം കുറക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായ? നിലപാടിൽ വെള്ളം ചേർക്കാൻ തീരുമാനിച്ചത്. അത് തന്നെയല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിയും കാണിക്കുന്നത്. ഓപ്പോസിഷൻ സൈഡിലിരുന്നപ്പം പറഞ്ഞു, ഒരിക്കലും വീര്യം കുറഞ്ഞ മദ്യമല്ല, ഒരു തരത്തിലുള്ള മദ്യത്തിൻ്റെയും പ്രോത്സാഹനം ഞങ്ങൾ അംഗീകരിക്കില്ല, ഒരു തരത്തിലും മദ്യത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി മദ്യത്തിനെതിരാണെന്ന്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വന്നപ്പോൾ മദ്യവും വേണം, ഗാന്ധിജിയും ഇല്ല, ബക്കാടി കമ്പനിയും വേണം, ബ്രീസറും വേണം. ഹേയ്, നിലപാടുകൾ എവിടെ? നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സതീശൻ സാർ ഈ വിഷയത്തിൽ നിലപാട് പെട്ടെന്ന് തന്നെ തിരുത്തിക്കൊണ്ട് ബക്കാടി ബ്രീസർ കമ്പനിയുടെ ബക്കാടി കമ്പനിയുടെ ഈ നീരം കുറഞ്ഞ സാധനത്തിലുള്ള ടാക്സ്, സാധാരണ ടാക്സ് തന്നെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം അതുപോലെ തന്നെ സംരക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.